നിത്യേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന മാക്കൂട്ടം പെരുമ്പാടി ചുരം പാതയുടെ അവസ്ഥയാണ് നാം കാണുന്നത്. മിക്ക ഭാഗങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ഓരോ മണിക്കൂറിലും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വാഹനയാത്രക്കാർ കടന്നുപോകുന്ന റോഡാണ്. കേരളത്തിലേക്കും തിരിച്ച് കർണാടകത്തിലേക്കും അങ്ങനെ യാത്രക്കാർ നിരന്തരം ആശ്രയിക്കുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണിത്. എല്ലാ ഭാഗത്തും കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്നു. 11.25 കോടി രൂപ ചെലവിൽ നവീകരിച്ച ഭാഗത്താണെങ്കിൽ അതും പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികളാണ് ഈ റോഡിൽ നിറയെ കാണാൻ വേണ്ടി കഴിയുക. ഇത് വലിയ രീതിയിൽ സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ രണ്ട് സംസ്ഥാനങ്ങളുടെയും ബസ്സുകളും അതുപോലെ തന്നെ മറ്റ് കാർ യാത്രക്കാരും ചരക്ക് വാഹനങ്ങളും എല്ലാം കടന്നു പോകുമ്പോൾ വലിയ പ്രയാസത്തിലൂടെയാണ് ഈ വഴിയുള്ള യാത്ര എന്ന് പറയുന്നത്. ഇത് നവീകരിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ പണം ചെലവഴിക്കുകയും എന്നാൽ അധികം താമസിയാതെ തന്നെ റോഡ് പൊട്ടിപ്പൊളിയുന്ന അവസ്ഥയുമാണുള്ളത്. ഇതുവഴിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വലിയ ദുരിതമായി മാറുന്നു എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ അടുത്താണ് 11.25 കോടി രൂപ ചെലവിട്ട് 3 റീച്ചുകളിലായി റോഡിന്റെ നവീകരണ പ്രവൃത്തി നടത്തിയത്. എന്നാൽ ഈ ഭാഗങ്ങളിലെല്ലാം റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കുണ്ടും കുഴിയുമായി, യാത്രക്കാർക്ക് വലിയ ദുരിതവുമായി. ഇതാണ് മാക്കൂട്ടം പെരുമ്പാടി ചുരം പാതയുടെ നിലവിലെ അവസ്ഥ. രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതും ഇരു സംസ്ഥാനങ്ങളിലെയും യാത്രക്കാർ നിത്യേന ആശ്രയിക്കുന്നതുമായ ഒരു പാതയുടെ നിലവിലെ അവസ്ഥ ഇതാണ്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കൂട്ടുപുഴയിൽ നിന്ന് കർണാടകയിലെ കുടക് മേഖലയിലേക്ക് എത്തുന്ന പാതയിലെ മാക്കൂട്ടം പെരുമ്പാടി ചുരത്തിലെ കാഴ്ചകളാണിത്. റോഡിലെങ്ങും കുളങ്ങൾ പോലെ വലിയ കുഴികൾ, റോഡിന്റെ വശങ്ങൾ പലയിടങ്ങളിലും അപകടക്കെണികൾ. 11.75 കോടി രൂപ ചെലവിൽ 3 റീച്ചുകളിലായി നവീകരിച്ച ഭാഗങ്ങൾ ഉൾപ്പെടെ ചുരം റോഡ് മിക്ക ഭാഗങ്ങളിലും തകർന്നു കിടക്കുന്നു. നമ്മളിപ്പോൾ കുറച്ച് ഡാമേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂ ക്ലിയറൻസ് വരാതെ കൊണ്ട് പിന്നെയും കട്ടറാണ് ഫുള്ള്. വളവിലാണ് ആക്സിഡൻറ്റ് അധികം നടക്കും. കാരണം വെച്ചാൽ നമ്മൾ സ്പീഡിൽ വന്നിട്ട് ചവിട്ടി മാറ്റിയെടുക്കാൻ പറ്റില്ല. കട്ടർ തുള്ളി അപ്പോഴത്തേക്ക് വണ്ടി ആക്സിഡൻ്റ് ആവും. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഈ മഴയിൽ വരുന്നതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് കാണൂലല്ലോ. അപ്പോൾ ഇപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ആക്സിഡൻറ്റ്, ബസ് ഒന്ന് കത്തിയത്, അങ്ങനെ ഒന്ന് കൊക്കയിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വണ്ടി. അതുപോലെ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചു കൊടുക്കുന്നുണ്ട്. റോഡ് ക്ലിയറൻസ് കുറവാണ്. റോഡിലെ ഈ കുഴികൾ കാരണം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വലിയ പ്രയാസം, അപകടങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാകുന്നു. മെതിയടിപ്പാറ ഹനുമാൻ ക്ഷേത്ര ഭാഗങ്ങളിലടക്കം റോഡ് പൂർണ്ണമായും തകർന്നു. ആകെ 2 മാസമായിട്ടുള്ള റോഡ് ഓപ്പൺ ആയിട്ട് 2-3 മാസം. അപ്പോഴേക്ക് ഏകദേശം റോഡ് മോശമായി. നമ്മള് കൂട്ടുവെക്കുള്ളതാണ്, നമ്മൾ പോയി വണ്ടിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഇവിടെ അല്ല, മുകളിലേക്കാണ് നല്ലോണം പോയിട്ടുള്ളത്. പെരുമ്പാടിയിൽ നിന്ന് കേരള അതിർത്തിയിലേക്കുള്ള 5.9 കിലോമീറ്റർ ദൂരം നവീകരിക്കുന്ന പ്രവൃത്തിയാണ് ഈയിടെ നടന്നത്. 2 മഴ പെയ്തപ്പോഴേക്കും റോഡ് പൊളിഞ്ഞു. ഇതോടെ പരാതികളും ഉയർന്നു. ഇത് മാത്രമേ നമുക്ക് പോകാനായിട്ട് സഫീഷ്യൻ്റ് ഉള്ളൂ കണ്ണൂർ പെട്ടെന്ന്. പിന്നെ ഉള്ളത് അവിടെയല്ലേ കുട്ട അല്ലെ. പിന്നെ പക്ഷേ ഇത് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രാവലിങ്. പിന്നെ അങ്ങ് പാണത്തൂരല്ലേ വേറെ റോഡുള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കർണാടക ഗവൺമെന്റിന്റെ ഒരു എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിരുന്നു. കൂട്ടുപുഴ മാക്കൂട്ടം ഭാഗത്തും ചിലയിടങ്ങളിൽ റോഡ് തകർന്ന് കുഴികളായി. റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യാത്തത് അപകടങ്ങൾക്കും ഇടയാക്കുന്നു. ഇരിട്ടിയിൽ നിന്ന് മാക്കൂട്ടം ചുരം വഴി പെരുമ്പാടിയിലേക്കും വിരാജ്പേട്ടയിലേക്കും കുടകിലേക്കുമെല്ലാം കടന്നു പോകുന്ന പാതയുടെ ഗതികേടാണിത്. ഇപ്പോൾ കണ്ടതുപോലെ നിരവധി വാഹനങ്ങൾ ഒരു മിനിറ്റിൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും എല്ലാം വലിയ പ്രയാസത്തിൽ ഈ കുഴികളിലൂടെ കടന്നു വേണം മുമ്പോട്ട് പോകാൻ. അതേപോലെ തിരിച്ച് കുടക് ഭാഗത്ത് നിന്ന് ബംഗളൂരുവിൽ നിന്നെല്ലാം തിരിച്ച് കേരളത്തിലേക്ക് ഇരിട്ടി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളും യാത്രക്കാരും വലിയ പ്രയാസമാണ് ഈ പാതയിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് റോഡിന്റെ നവീകരണം ഇടയ്ക്കിടെ നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം പെട്ടെന്ന് തന്നെ തകർന്നു പോകുന്ന സ്ഥിതിയുമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ യാത്രക്കാരോട്, വാഹനങ്ങളോട് തികഞ്ഞ അവഗണനയാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മാക്കൂട്ടം ചുരം പാതയിൽ നിന്ന് ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.